മോമിനികള് നമ്മുടെ കുത്തുബ അങ്ങോട്ടിന്നും പരിശുദ്ധമായ ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തതും പറഞ്ഞത്. നിർബന്ധമായി നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാകേണ്ട മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസത്തെ കുറിച്ചാണ് നമ്മുടെ കുത്തുബ ഇന്ന് നമ്മോട് ഉപദേശിച്ചത്. മോമിനികള് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളമായി തെറ്റുകുറ്റങ്ങൾ വർദ്ധിക്കാനും നന്മകൾ കുറയാനും കാരണം അള്ളാഹുവിന്റെ മലക്കുകളോടുള്ള ആ വിശ്വാസം നമ്മുടെ കൽവിൽ ഇല്ലാതെയായി പോകുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഉപ്പാന്റെ മുന്നിൽ, ഉമ്മാന്റെ മുന്നിൽ തെറ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന ഞങ്ങൾ, അതെ ഉപ്പ കാണുന്നുണ്ട് എന്നൊരു ബോധമാണ്. ഉമ്മാന്റെ മുന്നിൽ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക എന്നൊരു ചിന്തയാണ്. കൂട്ടുകാരന്റെ മുന്നിൽ എങ്ങനെ ഞാൻ ഹറാമ് ചെയ്യും എന്നൊരു ചിന്ത നമ്മുടെ കൽവിൽ ഓടി നടക്കുമ്പോ അതേ സമയത്ത് അള്ളാഹിന്റെ മലക്കുകൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, പടച്ചാപ്പിന്റെ മലക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ കൽവിൽ ഇല്ലാതെയായി പോകുന്നു എന്നതാണ്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും, ഏതൊരു സംസാരം, നിങ്ങളുടെ നാവിന്റെ തുമ്പിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ മുന്നിൽ രണ്ട് മലക്കുകൾ അത് രേഖപ്പെടുത്താൻ അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് റഖീബാണ്, അത് അതീദാണ് ഈ രണ്ട് മലക്കുകൾ. അത് മാത്രമല്ല, ഓരോ മനുഷ്യരുടെ മുന്നിൽ ഹാഫിളീങ്ങളായ ഞങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി, ഞങ്ങളെ കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മലക്കുകളെ അള്ളാഹു തആല ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കുള്ള പേരാണ് ഹാഫിളീങ്ങളായ മലക്കുകൾ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പള്ളിയിലേക്ക് രണ്ട് കാലമുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ നല്ല ബാലൻസിൽ നടന്നുകൊണ്ടതാണ്. ഒരിക്കലും ഞങ്ങളുടെ രണ്ട് കാലിന്റെ പൗരന്മല്ല, ഞങ്ങളെ കാക്കാനുള്ള മലക്കുകൾ നമ്മുടെ ചുറ്റുഭാഗത്തെയും അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നിശ്ചയിച്ചു വെച്ചതുകൊണ്ടാണ് ഞങ്ങളൊരു അബദ്ധമില്ലാതെ, ഒരു ഇളർച്ചയില്ലാതെ ഞങ്ങൾ നല്ല രൂപത്തിൽ നടക്കുന്നതും ജീവിക്കുന്നതും. പക്ഷേ നമ്മുടെ കൽവിൽ ആ വിശ്വാസമില്ലാത്തതാണ്. അള്ളാഹുവിന്റെ മലക്കുകളുമായുള്ള വിശ്വാസം നമ്മുടെ കൽവിൽ ഇല്ലാതെയായി പോയി. പൊതുവ പറഞ്ഞു, ആമിനുമില്ല അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത് പ്രകാരം നിങ്ങൾ വിശ്വസിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ കൽവിൽ നാം ഓർമ്മിക്കണം. പൊതുവ പറഞ്ഞു, അറിയാതെ ജനങ്ങളെ അന്നൽ മലായിക, ആരാണ് മലക്കുകൾ? പണ്ട് നാം മദ്രസയിൽ ഓതി പഠിച്ചതുണ്ട്. അതിപ്പോൾ ഞങ്ങളുടെ കൽവിൽ ഇന്നും അതുപോലെ മാറ്റിയ പ്രകാശങ്ങളുടെ പടക്കപ്പെട്ടവരാണ്. അവരിൽ ആണോ പെണ്ണോ എന്നില്ല, അവർക്ക് തീറ്റിയില്ല, അവർക്ക് കുടിയില്ല, അവർക്ക് മക്കളില്ല. വെറും അള്ളാഹു അവരെ പടച്ചത് പടച്ചാക്കിയിട്ട് ഇബാദത്ത് ചെയ്യണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൽ പല മലക്കുകൾക്ക് അള്ളാഹു പല ചുമതലകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോ ഓരോ ആകാശലോകത്ത് മനുഷ്യന്റെ വാസമില്ലാത്ത സ്ഥലമാണ്, മനുഷ്യരില്ലാത്ത സ്ഥലമാണ്. ചില പ്രവാചകന്മാരെ മാത്രം അള്ളാഹു ആകാശലോകത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. മുഹറം 10 ദിവസം മഹാനായ സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അതുപോലെ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അങ്ങനെ ആ പ്രവാചകന്മാരല്ലാതെ വേറെ മനുഷ്യരുടെ വാസമില്ലാത്ത ആ ലോകത്തിൽ അള്ളാഹു പടച്ചു വെച്ചത് മുഴുവനും അവന്റെ മാലാഖന്മാരെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന്നത്തെ ദിവസം ഞാൻ കണ്ട മലക്കുകൾ, ആ മലക്കുകളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ റഹിയ്യുൻ ലിൽ ആലമീൻ. ഓ ജനങ്ങളെ, നിങ്ങൾ ആരും ഇവിടെ നിസ്കരിക്കാതെ, നിസ്കാരത്തിന്റെ രാജിവെച്ച് ഞങ്ങൾ ആരും പള്ളിയിൽ പോകൂല, സുജൂദ് ചെയ്യൂല, നിസ്കരിക്കൂല, റുക്കൂ ചെയ്യൂല എന്ന് പ്രതിജ്ഞ എടുത്താൽ, നിങ്ങൾ ആരും നോക്കൂല എന്ന് പ്രതിജ്ഞ എടുത്താൽ അല്ലാഹു നിങ്ങളുടെ ഇബാദത്തിന്റെ ഒരു ആവശ്യകതയും ഇല്ലെന്ന് പറഞ്ഞു. എന്റെ മനുഷ്യരുടെ ഇബാദത്തിനില്ലെങ്കിലും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള പ്രത്യേകമായ സൃഷ്ടികൾ, മലക്കുകൾ അള്ളാഹുവിനെ പടച്ചു വെച്ചിട്ടുണ്ട്. ധാരാളം പറഞ്ഞു, ആകാശലോകത്തിൽ വരപ്പോ ഒരുപാട് മലക്കുകൾ. ചില മലക്കുകളുടെ ഡ്യൂട്ടി എന്താ അറിയോ? തസ്ബീഹ് ചെല്ലൽ മാത്രമാണ്. നമുക്കെല്ലാം ഉണ്ട്, നിസ്കരിക്കണം, അസല നിസ്കരിക്കണം, തസ്ബീഹ് ചെല്ലണം, സലാത്ത് ചെല്ലണം, ഖുർആൻ ഓതണം, എല്ലാ ഡ്യൂട്ടിയും ആയി പോകുന്നവരാണ് മനുഷ്യൻ. മലക്കുകൾ അങ്ങനെയല്ല. ചില മലക്കുകൾക്ക് വരും തസ്ബീഹ് മാത്രം. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ. അവർക്ക് ഉറക്കില്ലല്ലോ, അവർക്ക് തീറ്റിയില്ല, അവർക്ക് കുടിയില്ല, ഒന്നുമില്ല. മരണമുണ്ട്. മലക്കുകൾ മരിക്കും, മലക്കുകൾക്ക് മരണമുണ്ട്. പക്ഷേ ആ മലക്കുകൾക്ക് ഉറക്കില്ല, തീറ്റിയില്ല, കുടിയില്ല. നമുക്കോ കുറച്ചു നേരം ക്ഷീണായാൽ ഉറങ്ങണം, പിന്നെ കുറെ നിന്നാല് പിന്നെ വിവാദത്തിൽ നടക്കൂല, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളാണ്. അതൊന്നുമില്ല. ഖിയാമത്ത് നാൾ വരെ തസ്ബീഹ്. പല മലക്കുകളോ അവർക്ക് റുക്കൂ മാത്രമാണ് അവരുടെ
റുക്കൂല, പല മലക്കുകൾ സുജൂദില, പല മലക്കുകൾ ഇരുത്തത്തില. ഇങ്ങനെ പല രൂപത്തിലുള്ള മാലാക്കന്മാർ അള്ളാഹുവിന്റെ സൃഷ്ടികൾ. മോമിനീങ്ങളെ, ആ മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ കൽവിൽ നാം വളർത്തിച്ചില്ലേ എന്നാൽ നമുക്ക് ഈ ഒരു മുഅ്മിൻ എന്ന പേര് കിട്ടൂല. മഹാന്മാരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തുക്കളായ സ്വഹാബത്ത് മലക്കുകളോടുള്ള വിശ്വാസം വളർച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവർ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചത്. തെറ്റുകളിൽ നകർന്ന് ജീവിച്ചു, ഹറാമ് ചെയ്യാതെ ജീവിച്ചു. എവിടെ ഹറാമ് ചെയ്യാനാണ്? ഞാൻ പോകുന്ന സ്ഥലത്ത് മുഴുവനും എന്റെ 2 മലക്കുകൾ, ആഫിരീങ്ങളായ മലക്കുകൾ, റഖീബത്തിന്റെ മലക്ക്, അതുപോലെയുള്ള പല മലക്കുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ മുന്നിൽ. നമ്മുടെ കുട്ടികൾ പറഞ്ഞു, ആ മലക്കുകളെ കൊണ്ട് നിങ്ങൾ വളർച്ച രൂപത്തിൽ വിശ്വാസമുള്ളവരാക്കണം. അള്ളവരോട് എന്ത് കൽപ്പിച്ചോ ആ കൽപ്പിച്ചത് മുറ പോലെ പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മാലാഖന്മാർ. ഇഞ്ച് പോലും അതിൽ നിന്നിട്ട് അവർ തെറ്റൂല. അവർ സ്വന്തമായി അവരുടെ സ്വന്തം കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. ജിബ്രീലോ മികായിലോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞു, മഴയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മികായിൽ അലൈഹിസ്സലാം. ധാരാളം മഴ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ സ്കൂളിൽ മഴ വന്നിട്ട് അല്ലെ, ഭയങ്കര സന്തോഷം. വലിയ കാണുന്നില്ല അല്ലെ, ധാരാളം മഴ. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന നമുക്ക് അനുഗ്രഹമായ രൂപത്തിലുള്ള മഴ ധാരാളമായി ഇനിയും അല്ലാഹു തആല ചൊരിച്ചു തരട്ടെ. പല നാടുകളിൽ വെള്ളങ്ങളിൽ അധികരിച്ച് ജനങ്ങൾ മുഴുവനും പേടിയിലും ഭീതിയിലുമായി കഴിയുകയാണ്. പടച്ചവനെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് പടച്ചവനെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ. നമ്മളിപ്പോ മലക്ക് നീക്കായിലാണ് അള്ളാഹിനോട്. അല്ലെ, നമ്മളിപ്പോ നീക്കായിനെ വിളിച്ചിട്ടല്ലോ പറഞ്ഞത്. നീക്കായിലെ മഴ കുറച്ച് എളുപ്പാക്കണോ, മഴ കുറച്ച് മറക്കണോ, കാറ്റ് കുറച്ച് മറക്കണോ, അതാണ് അവിശ്വസ വിശ്വാസം. സുന്നി എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാവും നമ്മുടെ ഔലിയാക്കളുടെ അടുത്ത് പോയാലും മഹാന്മാരുടെ അടുത്ത് പോയാലും മഹാന്മാര് നമുക്ക് തരുമെന്ന വിശ്വാസത്തോടെ ആരും പറയുന്നില്ല, ചോദിക്കുന്നില്ല. അള്ളാഹിനോടാണ്. അവിടെ പോയി യാസീൻ ഓതിട്ട് പറയുന്നറിയോ, അള്ളാഹുമ്മ അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ തവാബ് ഇവിടെ കിടക്കുന്ന മഹാനിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അള്ളാഹ്, ഇവിടെ മഹാനോട് മഹാനെ ഞങ്ങൾ എടുത്ത രൂപത്തിൽ നീ എന്നെ സ്വീകരിക്കണം പാടില്ല. അത് അറിയാത്തതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും പല ചിന്തകളിൽ നടന്നു പോകുന്നത്, പല വിദഗ്ധകളിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം. അള്ളാഹു ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കണം. ആദരവും വേറെയാണ്, ആരാധനകൾ. അള്ളാഹുവിന്റെ മലക്കുകളെ നിങ്ങൾ ആദരിക്കണം. അള്ളാഹുവിന്റെ മലക്കുകളെ നിങ്ങൾ ആദരിക്കണം, അത് വേറെയാണ്. ആരാധന അത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പല ഡ്യൂട്ടികൾ അള്ളാഹു താനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ മലക്കുകളോട് അസ്രായീൽ അലൈഹിസ്സലാം അല്ലെ, വിളിക്കുന്നവരാണ് അസ്രായീലല്ലേ. ഞങ്ങൾ ദ്വാരക്കുന്നവരോടാണ്. മജ്‌ലിസിനോട് അവസാനം ഇതല്ല, അവസാനം 3 പ്രാവശ്യം പാടുന്നത് പാടി പാടുന്നവർ കേൾക്കുന്നത്. تريد دينا منجيا يا من بقيا حاميا ديني دواما يا الله. മലക്ക് വിളിക്കുന്ന മലക്ക് അസ്രായീലല്ലേ. ഞാൻ ആരോടെ പറയുന്നത് അസ്രായീല് സക്രാത്ത് ഒഴിവാക്കണം. അസ്രായീലിനോട് ആരും പറയില്ല, ആരും പറഞ്ഞു ഇതുകൊണ്ട്. അസ്രായീലിന്റെ രൂപവും അസ്രായീലിനെ കാണുമ്പോൾ പേടിയും അതൊക്കെ ഹദീസിലുണ്ട്. പക്ഷേ നമ്മൾ അസ്രായീലിനെ നമ്മളെ എന്ന് എളുപ്പാക്കണം, നമ്മളോടൊന്ന് സ്നേഹം കാണിക്കണം എന്ന് പറയുന്നില്ല. പറയുന്ന ആരോടാ? അള്ളാഹുവിനെ വിളിച്ചിട്ടാ പറയുന്നത്. പടച്ചോനെ, നമ്മുടെ സക്കറാത്തിന്റെ വേദന നീ എളുപ്പമാക്കല്ല. മരണ സമയം നമുക്ക് ഈമാൻ നീ തരണേ അല്ലാ. പടച്ചോനെ വിളിച്ചിട്ടാ. അപ്പൊ പല ഡ്യൂട്ടികളും മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല ഡ്യൂട്ടികൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പല ഡ്യൂട്ടികൾ അള്ളാഹുവിന്റെ മഹാന്മാരായ മശായിഖന്മാരെ അന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെയും പടച്ചാപ്പെന്നല്ല, അവർക്കെയും ആരാധനക്ക് അർഹമെന്നല്ല, അത് ബഹുമാനമാണ്, ആദരവാണ്. കഴിഞ്ഞാഴ്ച ഞാൻ അവിടെ അതിനെക്കുറിച്ച് നല്ല വിശദമായി പഠിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടു. നമ്മുടെ പൂക്കോട്ടൂർ സ്ഥാനം അല്ലെ, പൂക്കോട്ടൂർ സ്ഥാനിന്റെ ഒരു വളരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്ലിപ്പ്. അൽഹംദുലില്ലാ, അതിൽ പ്രത്യേകം വ്യക്തമായി പറയുന്നുണ്ട് ആരാധന എന്താണ്, ആദരവ് എന്താണ്. അല്ലെ, അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളെ ഞങ്ങൾ ആദരിക്കണം, അള്ളാഹുവിന്റെ മലക്കുകളെ ഞങ്ങൾ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത അടിമകളാണ്. നമ്മെ പോലെയുള്ള ജീവിതം നയിക്കുന്നവരല്ല. മലക്കുകൾ തെറ്റില്ലാത്ത ജീവിതം, ഹറാമില്ലാത്ത ജീവിതം, ഓരോ സെക്കൻഡുകൾ
അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിതം ചെലവഴിക്കുന്നവർ അവർക്ക് അള്ളാഹിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ആ വിശ്വാസം നമ്മുടെ കൽവിലുണ്ടാകണം. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ പോകുമ്പോ ഒറ്റക്കാണെങ്കിലും ഒളിയുടെ ഉള്ളിലാണെങ്കിലും ഇരുട്ടത്തിലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കാണും നമ്മുടെ അടുത്ത് മലക്കുകളുണ്ട്, ആധുനികളായ മലക്കുകൾ. സുബ്ഹാനല്ലാഹ്, പടച്ചോണ്ട് നമുക്ക് ഈമാൻ നമ്മുടെ കൽവിൽ ഉറപ്പിച്ചു തരുമാറാകട്ടെ. മലക്കുകൾ എല്ലാ രൂപത്തിലും വരും. പന്നിയും നായയും അല്ലാത്ത എല്ലാ രൂപത്തിലും മലക്കുകൾ വരുന്നതാണ്. ആരായ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തികിതാബോധി ആളുകൾക്കറിയാം. പണ്ട് പത്തികിതാബോധി ആളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് മലക്ക് വന്ന ജിബ്രീൽ വന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. അല്ലെ, നല്ല വെള്ള വസ്ത്രധാരിയായി, അല്ലെ, വെള്ള വസ്ത്രധാരിയായി, ഒരു യാത്രയിൽ അടയാളവുമില്ല, ഒരു ക്ഷീണവുമില്ല, നല്ല രൂപത്തിൽ ഒരാൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ആ മുട്ടോട് മുട്ട് ചേർത്ത് ഇരുന്നോന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ എന്തിനാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ? എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? ഇത് പത്തികിതാബ് ആളുകൾക്കറിയാം. അന്ന രൂപകര നല്ല വെളുത്ത വസ്ത്രധാരിയായിരിക്കാം. അതെന്തറിയോ? അത് ഇൽമിന്റെ ബഹുമാനം എങ്ങനെയാ, ഇൽമിന്റെ ബഹുമാനം എങ്ങനെയാ? അതുകൊണ്ടാണ് നമ്മുടെ ആര്യങ്ങളൊക്കെയും നല്ല വെള്ള വസ്ത്രം. അവർക്ക് അല്ലാത്ത വസ്ത്രം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ദീന് പറയുന്ന ആളുകൾ ഇന്ന് പല കോലത്തിലും പല ആളുകളും ദീന് പറയുന്ന ചുറ്റുപാടുകൾ കാണുന്നുണ്ട്. ഒരു തലയിൽ തുണി ഉണ്ടാവൂല, തലകെട്ടുണ്ടാവൂല, തൊപ്പി ഉണ്ടാവൂല, എന്നിട്ടോ ഭയങ്കര ഉഷാറായി ദീന് പറയാം. ഞാൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ രോഗം അത് പടരും. അത് കേട്ട് പല ആളുകൾ പെട്ടുപോകുന്ന ആളുകളുണ്ട്. മോഹനികള് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ആലിമിങ്ങളിൽ നിന്നിട്ടാണ്. എന്റെ ആലിമായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീൽ വന്നത് ഏത് രൂപത്തിലായിരുന്നു? നല്ല വെള്ള വസ്ത്രം, സഹിയായ അതീതാണ് വെള്ള വസ്ത്രം. ഒരടയാള യാത്രയുടെ അടയാളില്ല. കാരണം എന്താ? ഇൽമ പഠിപ്പിക്കേണ്ട രൂപം അങ്ങനെയാണ്, ഇൽമ പഠിപ്പിക്കേണ്ട രൂപം അങ്ങനെയാണ്. ബദരീയുദ്ധത്തിൽ മലക്കുകൾ വന്ന സംഭവം പറയുന്നുണ്ട്. അതുപോലെ ഹന്തത്ത് യുദ്ധത്തിൽ മലക്കുകൾ വന്ന സംഭവം ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാ വന്നത്? അരകെട്ട്